നിന്ന് പ്രധാനമന്ത്രി വരവേൽക്കാനായി അവിടെ വേദി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നുണ്ട്. 10:00 അദ്ദേഹം അവിടെ എത്തും. 11 മണിക്കാണ് അദ്ദേഹത്തിന്റെ ആദ്യ പൊതുപരിപാടി തൃശ്ശൂരിൽ നടക്കുക എന്നുള്ള വിവരങ്ങളാണ് ആസിഫ് നൽകിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ദുരന്ത വാർത്ത കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി റോഡിൽ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വടുതല സ്വദേശി മനോജാണ് മരിച്ചത്. വളഞ്ഞമ്പലത്ത് ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. അഹമ്മദ് മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, വളരെ ദാരുണമായ ഒരു അന്ത്യത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ രാത്രിയായിരുന്നത് കൊണ്ട് അത് കാണാതെ അതിൽ കുരുങ്ങി അപകടം ഉണ്ടാവുകയായിരുന്നു. റോഡിന് കുറുകെയായിരുന്നു ഈ വടം കെട്ടിയിരുന്നത്. ജിൽസി, തീർച്ചയായും VVIP സുരക്ഷയുടെ ഭാഗമായി ഇന്നലെ പ്രധാനമന്ത്രി കടന്നുപോകുന്ന ഈ വഴിയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി എറണാകുളത്തെ വളഞ്ഞമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പ്രദേശത്ത് നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശത്ത് ഇവിടെ റോഡിന് കുറുകെയായി, നമ്മൾ ഈ നിൽക്കുന്ന പാതയിൽ തന്നെ റോഡിന് കുറുകെയായി പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നതിൻ്റെ ഭാഗമായി ഗതാഗത ക്രമീകരണം ഉണ്ടായിരുന്നു. ഈ സമയത്ത് വടം റോഡിൽ കെട്ടിയിരുന്നു. പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു. വാഹനങ്ങളെ കൈ കാണിച്ച് നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വഴി തിരിച്ചുവിടുന്ന ഗതാഗത ക്രമീകരണം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇതുവഴി കടന്നു പോകുന്ന ഒരാൾ, വടുതല സ്വദേശിയാണ് മനോജ്, അദ്ദേഹം പോകുന്നത്. പോലീസ് പറയുന്നത് പ്രകാരം, നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു. പോലീസ് പറഞ്ഞത് പ്രകാരം ആ സമയത്ത് ഗതാഗത ക്രമീകരണത്തിനൊപ്പം തന്നെ പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു. കൈ കാണിച്ചപ്പോൾ നിർത്താതെ കയറിപ്പോയപ്പോഴാണ് ഈ കെട്ടിയ വടം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കുരുങ്ങുന്നത്. എന്തായാലും അദ്ദേഹം റോഡിലേക്ക് ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുകയും പിന്നീട് അദ്ദേഹത്തെ പോലീസുകാർ തന്നെ തൊട്ടടുത്തുള്ള, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനോട് തൊട്ടടുത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ 1:30 അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അല്പസമയത്തിനകം നമുക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെയോ മറ്റോ ഒക്കെ പ്രതികരണം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും പോലീസ് പറയുന്നത് ഈ ഗതാഗത ക്രമീകരണം ഇന്നലെ നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളായി കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിലെത്തുമെന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അതിസുരക്ഷമായ ഗതാഗത ക്രമീകരണങ്ങളും നിറയെ റോഡ് മുഴുവൻ പോലീസിന്റെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രി കടന്നു പോകുന്നൊരു സമയത്ത് റോഡിൽ വടം കെട്ടി ഗതാഗത ക്രമീകരണം ഒരുക്കിയിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ എല്ലാ വാഹനങ്ങളും നിർത്തുന്നതിനിടയിൽ കൈ കാണിച്ചപ്പോൾ നിർത്താതെ പോയി എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ വടം കയറി ബൈക്കിൻ്റെ ബാലൻസ്, സ്കൂട്ടറിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നു. പിന്നീട് അദ്ദേഹം റോട്ടിലേക്ക് തെറിച്ചു വീണു. തലക്കേറ്റ ക്ഷതമാണ് ഒരുപക്ഷെ മരണകാരണമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. ഇപ്പോൾ ഈ സ്കൂട്ടർ ഒരു എൻഡോർക്ക് സ്കൂട്ടറാണ്. അത് റോട്ടിൽ നിർത്തിയിട്ടിരിക്കുന്നു. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജിൽസി. ശരി, അഹമ്മദ് മുജിതബയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത്തരം VIP സെക്യൂരിറ്റിയുടെ ഭാഗമായി ഉണ്ടാക്കുന്ന ഇത്തരം നിയന്ത്രണങ്ങൾ അത് ഒരു യാത്രികന്റെ ജീവൻ എടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ആളുകൾക്ക് തന്നെയാണ് ഉത്തരവാദിത്വം ഉണ്ടാവുക. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഇത്ര അശ്രദ്ധമായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്തവർ, റോഡ് യാത്രികൻ ഒരുപക്ഷെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളൊന്നും കാണാതെ തന്നെ വരുന്ന ഒരാളായിരിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ തുടരന്വേഷണം അതുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അഹമ്മദ് മുജിതബയാണ് വിവരങ്ങൾ നൽകിയത്.